പത്തനംതിട്ട ജില്ലയിൽ പന്തളത്തിനടുത്ത് കുളനട ഗ്രാമപഞ്ചായത്തിൽ ഉളനാട് എന്ന ഗ്രാമത്തിലാണ് ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 100-ൽ-പരം വർഷങ്ങൾക്ക് മുൻപാണ് ക്ഷേത്രത്തിൻ്റെ പണി തുടങ്ങി പ്രതിഷ്ഠ കഴിഞ്ഞത്. പക്ഷേ അതിനും 6000 വർഷങ്ങൾക്ക് മുൻപ് ദേവതാ സാന്നിധ്യമുള്ള ഭൂമിയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹം നിർമ്മിച്ചത് ചെങ്ങന്നൂരിലുള്ള പരമ്പരാഗത ശില്പികളാണ്. 1098 മീനമാസത്തിലെ രോഹിണി നാളിൽ താഴ്മണ്ണ് വലിയ തന്ത്രിയാൽ പ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠാ സമയത്ത് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയിൽ ഇടിയോടുകൂടിയ മഴയുണ്ടായതും ശ്രീകൃഷ്ണപ്പരുന്ത് ശ്രീകോവിലിന് മുകളിൽ വട്ടമിട്ട് പറന്നതും ഭഗവാന്റെ സാന്നിധ്യം വിളിച്ചോതുന്ന സംഭവങ്ങളാണ്. പ്രതിഷ്ഠാനന്തരം വർഷങ്ങൾക്ക് ശേഷം പുനർനിർമ്മാണത്തിനായി താഴികക്കുടം ഇളക്കിയപ്പോൾ പ്രതിഷ്ഠാ സമയത്ത് ഉള്ളിൽ സ്ഥാപിച്ച വെറ്റ വാടാതിരുന്ന സംഭവം ഭക്തരിൽ ഇന്നും അത്ഭുതം ഉളവാക്കുന്നതാണ്. വളരെ പണ്ട് ഉളനാടൊരു ഇരുണ്ട പ്രദേശമായിരുന്നു. ചതുപ്പും വെള്ളവും നിറഞ്ഞ പോളച്ചിറയും അതിൻ്റെ കരയിലെ കൈതക്കാടും ജനങ്ങളിൽ പേടിയുളവാക്കുന്ന സംഭവങ്ങളായിരുന്നു. അക്കാലത്ത് പോളച്ചിറയിൽ കായൽമാടൻ എന്നൊരു ഭീകരസത്വം വസിച്ചിരുന്നു. പകൽ പോലും ഈ സത്വം കാരണം ജനങ്ങൾക്ക് പോളച്ചിറയുടെ കരയിൽ കൂടി യാത്ര ചെയ്യുവാൻ ഭയമായിരുന്നു. എന്നാൽ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രം പോളച്ചിറയുടെ കരയിൽ വന്നതിൽ പിന്നെ ഈ ഭീകരസത്വത്തെ ആരും കണ്ടിട്ടില്ല. ഇന്നും ഉണ്ണിക്കണ്ണൻ്റെ ഭക്തർ വിശ്വസിക്കുന്നത് കാളന്തിയിൽ നിന്നും കാളിയനെ തുരത്തി അമ്പാടിയെ രക്ഷിച്ച പോലെ കായൽ മാടനിൽ നിന്നും ഉളനാടിനെ രക്ഷിച്ചത് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണനാണെന്നും പഴമക്കാർ ആണയിടുന്നു. എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നാളിൽ കായൽ മാടസ്വാമി സന്നിധിയിലേക്ക് ഘോഷയാത്രയും സ്വാമിക്ക് നേദ്യവും പൂജയും ഉണ്ട്. കുംഭത്തിലെ രോഹിണി നാളിൽ തിരുത്സവ ദിവസം പൊന്നുണ്ണിക്കണ്ണൻ വിളക്കിനെഴുന്നള്ളിപ്പിനായി വിളക്കെഴുന്നള്ളിപ്പ് മണ്ഡപത്തിലേക്ക് എഴുന്നള്ളി പറ സ്വീകരിച്ച് തിരികെ മടങ്ങുമ്പോൾ തൻ്റെ ദാസനായ കായൽ മാടസ്വാമിയോട് ഉപചാരം ചൊല്ലി പിരിയാറുണ്ട്. ഉള്ളിലേക്കുള്ള നാട് ഉളനാട് എന്ന സ്ഥലനാമം അറിയപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം. 100 വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടന്ന സമയത്ത് നടത്തിയ ഒരു വഴിപാടിൽ നിന്നാണ് ഒരു വഴിപാട് ഭഗവാന്റെ പ്രിയപ്പെട്ട വഴിപാടും ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുമായത്. ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ തിരുനടയിൽ എല്ലാ ദിവസവും രാവിലെ 6:15 മുതൽ 10 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 6:15 വരെയും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സർവ്വദുഃഖ നിവാരണത്തിനും ഭഗവാന്റെ ഇഷ്ട വഴിപാടായ ഒരു വഴിപാട് നടത്തപ്പെടുന്നു. ഒരു വഴിപാടായി സമർപ്പിക്കുന്ന ലോകത്തിലെ ഏക ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നതിനും സാധിച്ചതിന് ശേഷവുമാണ് ഭക്തർ ഇവിടെ ഒരു വഴിപാട് ചെയ്യുന്നത്. വെണ്ണ, കദളിപ്പഴം, ഉണ്ണിയപ്പം, ലഡു, അവൽ, പഞ്ചസാര, കൽക്കണ്ടം, ഉണ്ടർശർക്കര, ഉണക്കമുന്തിരി ഇവയാണ് ഉറയിൽ നിറച്ച് ഉണ്ണിക്കണ്ണന് സമർപ്പിക്കുന്നത്. ഉരയും കലവും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കും. അതിൽ നിറയ്ക്കാനുള്ള വസ്തുക്കളായ അവൽ, പഞ്ചസാര, കൽക്കണ്ടം, ഉണ്ടശർക്കര ഇവയും എപ്പോഴും ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. വെണ്ണ, കദളിപ്പഴം, ലഡു, ഉണ്ണിയപ്പം, ഉണക്കമുന്തിരി ഇവ മുൻകൂട്ടി പറയുന്നതും അനുസരിച്ച് ക്ഷേത്രത്തിൽ നിന്ന് തയ്യാർ ചെയ്ത് നൽകും. എല്ലാ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും എല്ലാ മാസവും രോഹിണി നാൾ വരുന്ന ദിവസവും ഭക്തർക്ക് ലഡു, ഉണ്ണിയപ്പം, ഉറി വഴിപാട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഉപദേവതകളായ രക്ഷസിന് പാൽപ്പായസം പ്രധാന വഴിപാടും ദുർഗയ്ക്ക് കുംഭത്തിലെ കാർത്തിക ഉത്സവം പൊങ്കാല, ഭഗവതി സേവ, വിദ്യാരംഭവും, നാഗരാജാവ്, നാഗയക്ഷിക്ക് തുലാമാസത്തിലെ ആയില്യത്തിന് 100 പാലും, ഗണപതി ഭഗവാന് ചിങ്ങത്തിലെ വിനായക ചതുർത്ഥിക്ക് അപ്പം മൂടൽ, പ്രത്യേകിച്ച് വിശേഷ അവസരങ്ങളിൽ മഴ പെയ്യാതിരിക്കാനായി തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചാൽ ചടങ്ങുകൾ കഴിയുന്നതുവരെ മഴ മാറി നിൽക്കുമെന്നാണ് വിശ്വാസികൾ പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്